നമസ്കാരം എല്ലാവർക്കും. അപ്പം കണ്ടല്ലോ, ഇന്നൊരു ചെറിയ ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു ഗ്രീൻ സ്പ്രൗട്ടാണ്, മുളപ്പിച്ച ചെറുപയർ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാം, ചെറുപയർ മുളപ്പിച്ചത് ഉണ്ടാക്കാം. അപ്പം പൊതുവേ 4 പേർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം ചെറുപയർ, നല്ല ക്വാളിറ്റിയുടെ ചെറുപയർ എടുക്കുക. അതിനൊരു 5 മണിക്കൂർ നമ്മൾ വെള്ളത്തിട്ട് കുതിർക്കുക. എന്നിട്ട് അതിനുശേഷം ആ കുതിർത്ത ചെറുപയറിനെ നല്ല വെള്ള തുണിയിൽ നല്ല കെട്ടുക. നമ്മൾ കിഴി കെട്ടുന്ന പോലെ കെട്ടിയിട്ട് അതിനെ വെള്ളം നനച്ചിട്ട് ഇരുണ്ട സ്ഥലത്ത് വെക്കുക. ഓൾമോസ്റ്റ് 2 ദിവസം വയ്ക്കുമ്പോഴത്തേക്കും 1-ാമത്തെ ദിവസം ചെറിയ മുള, വീണ്ടും വെള്ളം തളിക്കുക. നമ്മളൊരു 6 മണിക്കൂർ ഇടവിട്ടെന്നുള്ളത് ഇരുണ്ട സ്ഥലത്ത് തന്നെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ 2-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ചെറിയ മുളച്ചു, ഇനി വീണ്ടും മുളപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചാൽ മതി കേട്ടോ. ഒരു ദിവസം കൂടെ മുളച്ചോളൂ. എന്നിട്ട് അതിനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിൽ, എനിക്ക് തോന്നുന്നത് വീക്കിലി ഒരു 4 ദിവസം കൊച്ചു പിള്ളേർക്കായാലും വലിയവർക്കായാലും ഏജ്ഡ് ആയിട്ട് ആൾക്കാർക്ക് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെതാണ് ഏറ്റവും ന്യൂട്രിയൻ വാല്യൂ ഉള്ള സംഭവം എന്നാണ് ഈ ഗ്രീൻ വെജിറ്റബിൾ പെടുന്നതാണ് സംഭവം. അപ്പം ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യും. അപ്പം ചീത്ത കൊളസ്ട്രോൾ ഇതിനെ കഴിക്കുമ്പോഴത്തേക്കും ഒഴിവായി പോവും. നല്ല കൊളസ്ട്രോൾ നമുക്ക് ശരീരത്തിൽ കിട്ടും. അപ്പോൾ കൊളസ്ട്രോൾ കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മുടെ ഹാർട്ടും ഹെൽത്ത്ഫുൾ ആണ്. അപ്പം ഏറ്റവും കൂടുതൽ സൂപ്പറാണ്, കിടിലമാണ്.